അതെ, ഒബ്സർവർ ഇല്ലാണ്ട് നമുക്ക് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഫാംസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മളൊരു വൂൾ ഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് പല ഫാംസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ബെനിഫിറ്റ് വരുന്നത് ഏർലി സ്റ്റേജസിലാണ്. നമുക്ക് നെതറിലോട്ടൊന്നും പോകാതെ തന്നെ, ഒബ്സർവർ ഒന്നും ഉണ്ടാക്കാതെ, കമ്പറേറ്റർ പോലുള്ള കോംപ്ലക്സ് സാധനങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിൾ ഫാംസ് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഷീർ വേണം, ഒരു റെഡ് സ്റ്റോൺ ടോർച്ച്, ഒരു ഹോപ്പർ, ഒരു ഡ്രോപ്പർ, ഡിസ്പെൻസർ. അത് മാറിപ്പോരുത്, ഡ്രോപ്പർ ഡിസ്പെൻസർ കാണാൻ ഒരുപോലെ ഇരിക്കുമെങ്കിലും ഡിസ്പെൻസറാണ് നമുക്കിവിടെ ആവശ്യം വേണ്ടത്. ഇനി റെഡ് സ്റ്റോൺ ഡസ്റ്റ്, ഒരു ഹോപ്പർ വിത്ത് മൈൻ കാർട്ട്, പിന്നെ ഒരു റെയില്, പിന്നെ 2 ചെസ്റ്റ്. ഓക്കെ, പിന്നെ അത് കവർ ചെയ്യാനായിട്ടുള്ള ഏതെങ്കിലും ബ്ലോക്ക് ആവശ്യത്തിന്. നമുക്ക് ഗ്ലാസ് വേണമെങ്കിൽ ഗ്ലാസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫെൻസ് യൂസ് ചെയ്യാം. ബെഡ് റോക്കിലായതുകൊണ്ട് ഞാനിപ്പോൾ ഫെൻസാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ജാവയിലാകുമ്പോഴത്തേക്കിന് അതിൻ്റെ ഇടയിലൂടെ അമ്പ് കൊണ്ടിട്ട് ആട് മരിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട് അത് സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. ആദ്യം തന്നെ നമുക്കൊരു 3 ബ്ലോക്ക് നീളത്തിലും വീതിയിലൊരു കുഴി കുത്തി വയ്ക്കാം. ഓക്കെ, ഇനി ഇപ്പുറത്തായിട്ട് ഒരെണ്ണം കൂടെ എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ചെസ്റ്റ് വെച്ച് കൊടുക്കാം. കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. പിന്നെ അതിലോട്ട് നമുക്കൊരു ഹോപ്പർ കണക്ട് ചെയ്ത് കൊടുക്കാം. അതിൽ നമുക്കൊരു റെയിൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലോട്ട് ഈ ഹോപ്പർ, മൈൻ കാർട്ട് വിത്ത് ഹോപ്പർ കൂടി വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു റെഡ് സ്റ്റോൺ ടോർച്ച് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു ടെമ്പററി ബ്ലോക്ക് ഇവിടെ വെച്ച് നമ്മുടെ ഡ്രോപ്പറും കൂടെ ഇവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ മേലത്തെ ബ്ലോക്കും കൂടെ. അപ്പോൾ ഈ ഒരു ബ്ലോക്കിലാണ് നമ്മൾ ആടിനെ കൊടുന്ന് വെക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ ചെസ്റ്റിന് മേലത്തെ ബ്ലോക്കിൽ ഗ്ലാസ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ മൈൻ കാർട്ട് ഡ്രോപ്പർ ഇങ്ങോട്ട് നീങ്ങി വരും. ഓക്കെ, ഇനി നമുക്ക് ഫെൻസ് വെച്ചിട്ട് ഇവിടെ മൊത്തം മൂടി വെക്കാം. ഇതിൻ്റെ ആവശ്യമില്ല, ഇവിടെ പിന്നെ അതുകൊണ്ട് ഈ ഇവിടെയും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഇങ്ങനെ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആടിനെ കൊടുത്തിടാം. അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ടെമ്പററി ബ്ലോക്ക് എടുത്ത് ഇവിടെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ആടിന് ഇതിൻ്റെ മേലോട്ടൊന്ന് കയറ്റിക്കൊണ്ടുവരാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് ആടിനെ ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടെമ്പററി ബ്ലോക്കെല്ലാം പൊട്ടിച്ച് മാറ്റാം. ഈ ഡ്രോപ്പറിൻ്റെ നേരെ ഡിസ്പെൻസറിൻ്റെ നേരെ താഴെയിട്ട് ഒരു ലക്ഷം. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ ഒരു ഷീർ കൂടി വെക്കുന്നതോടെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് വൂൾ ഫാം. ഈ ഗ്രാസ് ഒന്ന് പെട്ടെന്ന് വളരാനായിട്ട് നമുക്ക് ഒരു ടോർച്ച് വെച്ച് കൊടുക്കാം. യെസ്, നമ്മുടെ വൂൾ ഫാം വർക്കായിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഉണ്ടാക്കിയപ്പോൾ വർക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, ഈ ഫെൻസ് ആയതുകൊണ്ട് തന്നെ ഈ ബ്ലോക്കിലോട്ട് നമുക്ക് ഷെയർ ചെയ്യുന്ന വൂളൊന്നും വീഴുമല്ലോ. അപ്പോൾ ഇതിൻ്റെ താഴോട്ട് അത് പോവില്ല, അപ്പോൾ അവിടെ തന്നെ നിൽക്കും. നമുക്ക് കറക്റ്റ് ആ ഒരു ബ്ലോക്കിനകത്തോട്ട് ആ ഹോപ്പർ വെച്ചിരിക്കുന്ന, മൈൻ കാർട്ട് വിത്ത് ഹോപ്പർ വെച്ചിരിക്കുന്ന ബ്ലോക്കിൻ്റെ അകത്തോട്ട് വീണാൽ മാത്രമേ അത് താഴത്തോട്ട് പിക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫെൻസ് എല്ലാം പൊളിച്ച് മാറ്റിയിട്ട് അവിടെയൊക്കെ ഗ്ലാസ് വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രതിവിധി. ഓക്കെ, നമ്മൾ ലേൺ ഫ്രം മിസ്റ്റേക്സ്, പ്രശ്നമില്ല. അങ്ങനെ ഞാൻ ആ ഫെൻസ് മൊത്തം എടുത്ത് മാറ്റിയിട്ട് അവിടെ മൊത്തം നമ്മൾ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ബ്ലോക്കിലോട്ട് തന്നെ വന്ന് അതേ കടാ. അപ്പോൾ അത് നേരെ താഴോട്ട് പോയി ഇതിനകത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സെയിം മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരുപാട് ഫാംസ് ഉണ്ടാക്കാനായിട്ട് പറ്റും, ഒബ്സർവർ ഇല്ലാതെ തന്നെ. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയൊരു സംഭവമാണിത്. നമ്മുടെ ഷുഗർ കെയിനും ബാമ്പു
രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഫാമാണിത്. ഇതിപ്പോൾ ഇതിൻ്റെ മെക്കാനിക്ക് നമുക്ക് കാണിച്ചു തരാം. സിമ്പിളാണ്. ഇവിടെ മറ്റേ 5 പിസ്റ്റൺ വെച്ചിട്ടുണ്ട്, അപ്പുറ സൈഡിലോട്ട് 5 പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. സെൻട്രലായിട്ട് നമ്മൾ ഒബ്സർവറിന് പകരം ഇതുപോലൊരു റെഡ് സ്റ്റോൺ വെച്ചിട്ടുണ്ട്, ടോർച്ച്. അപ്പോൾ ഈ ബ്ലോക്കിലും അതിൻ്റെ തൊട്ടടുത്തുള്ള ബ്ലോക്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഇത് ഗ്രോ ആകുമ്പോൾ ആ ടോർച്ച് കത്തും. അതിനനുസരിച്ചിട്ട് മറ്റേ ബാക്കിലുള്ള റെഡ് സ്റ്റോൺ പവർ ആവും. അതൊന്ന് പോയിട്ട് ഈ പിസ്റ്റൻസ് എല്ലാം പവർ ആവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. ഓക്കെ, മറ്റേ നമ്മൾ ഒബ്സർവർ എല്ലാം വെച്ചിട്ട് ചെയ്യണം. ഇതാകുമ്പോൾ ഒരു തേങ്ങയും വേണ്ട, നമുക്ക് ഈ ടോർച്ച് മാത്രം മതി. എത്ര സിമ്പിളാണ് നോക്കിയാൽ.